അപ്പോൾ ഞാനും ഷെറഫിക്കയും കൂടി നമ്മുടെ മട്ടൻ ചാപ്സിലേക്ക് കിടക്കാല്ലേ. ഇപ്പൊ ഓൾറെഡി നമ്മളിവിടെ ഇത് പാത്രം വെച്ചിട്ട് അതിനകത്ത് വെള്ളമാണല്ലേ, ആ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഇക്ക നമ്മള് ചാപ്സ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സവോള അല്ലേ? അപ്പൊ ഇത് വെള്ളത്തിലോട്ടായിരുന്നു. നമ്മള് ഇപ്പൊ സവോള വെള്ളത്തിലോട്ട് ഇട്ട് ഇതിപ്പോ ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം അല്ലേ സവോള. ഇത് നല്ല വെള്ളത്തില് ശരിക്കും എന്താ പറയാ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക, ശരിക്കും ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ഇതിനകത്ത് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിയും കൂടി ഇട്ടുണ്ട് ശരിക്കും ചൂടുള്ളതിലോട്ട്. ഇഞ്ചി സാധാരണ ഞങ്ങള് കറിയൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ കണ്ടേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലാണ് ഇതെല്ലാം. നമ്മൾ പിന്നീട് ഇവിടെ എണ്ണ പിന്നീടാണ് ഇവിടെ തോന നമ്മൾ ശരിയാക്കുന്നു. എന്താ ഇവിടെ കൂടുതലാണ് ഉണ്ടാക്കുന്നത് ക്വാണ്ടിറ്റി. അപ്പൊ അത് വരുമ്പോഴേ അങ്ങനെ വരുമ്പോ എണ്ണ ഒരുപാടാകുമ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആവും. അടുത്ത് പച്ചമുളക് ചതച്ചത്. ഇക്ക ഇവിടെ ഇപ്പൊ എത്ര നാളായി ശരിക്കും? 18 കൊല്ലമായി. 18 കൊല്ലമായി. 18 കൊല്ലമായിട്ട് ഇക്ക ഇവിടെ ഉണ്ട്. 95 ഏപ്രിൽ 8 വന്നു. ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. പിന്നല്ല ഇങ്ങനല്ലേ 18 കഴിഞ്ഞ് ഏപ്രിലായപ്പോ അതിന് ചെറിയ ഉള്ളി ചതച്ചാണിത്. അപ്പൊ അതും ചെറുള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ല ചൂടായ വെള്ളത്തിലോട്ടിട്ട് അങ്ങ് ശരിക്കും ആ വെള്ളത്തിലോട്ട് അങ്ങ് മൊത്തം എല്ലാ സത്തൊക്കെ അങ്ങ് ഇറങ്ങുമല്ലേക്കാ. ഇപ്പൊ സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര ഐറ്റങ്ങൾ ചേർത്ത് അടുത്തിന് ഇറച്ചിയിടും. ഇറച്ചിയിട്ട് ഇളക്കി അടച്ചിടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിനുശേഷം എല്ലാം സെറ്റായതിനു ശേഷം പിന്നെ മുളക് പൊടി, മസാല, പെരിഞ്ചീരകം എല്ലാം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റ് ചെയ്തിറക്കും. അവസാനമാണ് വെളിച്ചെണ്ണ സെറ്റ് ചെയ്തിറക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇടാനൊക്കെ ഇതൊരുവിധം ഒന്ന് ചൂടായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ നമ്മളെ മട്ടൺ പീസസ് ഇട്ടുക. മട്ടൺ പീസ് ഇട്ടെന്ന് ശരിക്കും ഇളക്കണം എല്ലായിടത്തും ഇങ്ങനെ. ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇനി എത്ര നേരം നിൽക്കുന്നു? കറി ഇവിടെ എത്ര നേരം ഉണ്ടാവും? ഇത് കഴിഞ്ഞ് ഇതിപ്പോ നമുക്ക് ആള് തിരക്കൊണ്ട് 1 മണിക്കൂർ തീരും. ഒറ്റ മണിക്കൂർ തീരും. 80 സീറ്റ് എടുക്കില്ലേ? 1 മണിക്കൂർ കൊണ്ട് തീരും. അപ്പൊ ആള് വരുന്നനുസരിച്ച് ഇപ്പൊ ചിലപ്പോ 1 മണിക്കൂർ. ഇപ്പൊ തന്നെ നമ്മള് 3 എണ്ണം പിടിച്ച് വെട്ടാൻ. 3 എണ്ണം പിടിച്ചു അവിടെ ഉണ്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ആടിനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇതിപ്പോ ഒരെണ്ണത്തിൻ്റെതാണ്. ഇത് ഒരെണ്ണത്തിന്റെ ഇതാണ്. അടുത്ത ഒരെണ്ണം അപ്പുറത്ത് റെഡിയാക്കും. തുടങ്ങും. ഇവിടുത്തെ മട്ടന്റെ ആളാണ്. മൊത്തം മട്ടന്റെ സ്പെഷ്യലൈസ് മട്ടൻ, ചിക്കൻ രണ്ടും. ഇതിനിപ്പോ നമ്മള് എല്ലാം കൂടി ഇളക്കി അടച്ചിടും. ഇനി നമ്മൾ കുറച്ചു നേരം എന്താ പറയാ ശരിക്കും ഒന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തുറക്കുന്ന ഇപ്പൊ ഇക്ക പറഞ്ഞത്. ബാക്കി ഇക്ക വരും. അത് ബാക്കി അപ്പൊ ഇക്ക പറയും. ഇപ്പോൾ 1 2 3 4 5 അടുപ്പ് ഒരുമിച്ച് ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. കണ്ണിലോട്ട് ഇങ്ങനെ പുകയടിച്ച് കയറിയിട്ട് ഇതൊക്കെ വലിയ ഇത്രേശമുള്ള വിറകൊക്കെയാണ്, തടി കഷ്ണമൊക്കെയാണ് എടുത്ത് വെച്ചേക്കണത്. ഇക്ക എന്തുകൊണ്ട് ഇപ്പോഴും അടുപ്പിൽ തന്നെ ആഹാരത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ്. പക്ഷെ ഇത്തിരി എളുപ്പമല്ലേ ഗ്യാസ് കുഴപ്പം നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് വിഷയമല്ല. ഇത് ചെയ്തത് കൊണ്ട് ഇവിടെ ഊണ് വയ്ക്കുന്നത് വിറവില്, ബിരിയാണി വയ്ക്കുന്നത് വിറവ്, ബാക്കി ഇറച്ചി മട്ടൻ്റെ ഐറ്റങ്ങള്, ബാക്കി പണിക്കാരിട്ടാത്തോണ്ട് പൊറോട്ടയ്ക്കും ദോശയ്ക്കും മാത്രം ഗ്യാസ്. നമുക്ക് ചെയ്തപ്പോ സുഖമാണ്. ഇതിപ്പോ ഒരു 2 3 മിനിറ്റ് 5 മിനിറ്റ് നമുക്ക് മാറി നിൽക്കാം. ഒന്നും പ്രശ്നമില്ല. ഗ്യാസിനെ പെട്ടെന്ന് കത്തി അടിപ്പിടിച്ച് അത് മാത്രമല്ല ഗ്യാസിന് ആകാൻ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇറച്ചി നമ്മൾ ഇറങ്ങി മൂട്ടി വെച്ച് ഒരു 10 കസ്റ്റമർ കാപ്പ് കുടിക്കാൻ പോകുന്ന സമയത്തിന് അത് ചൂട് പിന്നെ ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് കത്തിച്ച് വരുമ്പോൾ അതിന്റെ ഗ്രേവിയിൽ മാത്രമേ ചൂട് പിടിക്കുള്ളൂ. മട്ടനിൽ കാണും. അപ്പൊ കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. മട്ടന്റെ ഉള്ളിലോട്ട് ഇതാകുമ്പോൾ നമ്മൾ അടുപ്പിലെ തീ കോരി അവിടെ ഇട്ട് ഇതൊരു 90% വെന്ത് ഇറങ്ങുമ്പോൾ ഒരു 10% അവിടെ തീയിലേക്ക് നല്ല വെന്ത് സെറ്റ് ആവും. ഒപ്പം കൂടെ ടേസ്റ്റ് കൂടും, കട്ടി കൂടും. കണ്ണൊക്കെ തുറന്നിരിക്കുന്ന എണ്ണ കണ്ണ് ഇപ്പൊ തന്നെ അടഞ്ഞു. രാത്രി 2 മണി ഇത് നമുക്ക് വിഷയമല്ല. നമ്മൾ 2 2:30 മണി ശീലല്ലോ, ഇങ്ങനെയല്ലേ ശീലിക്കുന്നത്.
നമ്മളിപ്പോ രണ്ട് ഇക്ക ഇത് എത്ര നേരത്തേക്ക്? ഇതിനൊരു 3/4 മണിക്കൂറാവും വേവ്. ഇനി 3/4 മണിക്കൂർ അടച്ചു വെച്ചേക്കണം അല്ലേ? കൂടെ ഇളക്കും നമ്മൾ. ഇളക്കി കൊടുത്ത് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പിട്ട് കൊടുക്കും. എന്തായാലും എന്താ ചെയ്യാ, 3/4 മണിക്കൂർ അങ്ങ് വെയിറ്റ് ചെയ്യാം അല്ലേ? ഷർഫിക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇറങ്ങി പോകുന്നില്ല. 3/4 മണിക്കൂർ അവത് വേവാൻ വേണ്ടിട്ട് അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലേ? നമ്മൾ ഇതാവണേന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇക്ക നേരത്തെ പറഞ്ഞു ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും എന്തിനുള്ള ഇക്ക? റോസ്റ്റിനല്ലേ? ഇത് റോസ്റ്റുള്ള അടുത്ത വെച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞ ഇവിടെ ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ തന്നെ ഇക്ക ഇവിടെ അടുത്ത വെക്കും. അതാ പറഞ്ഞേ, ഒന്നിറങ്ങുമ്പോ അടുത്ത കയറിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ അടുപ്പ് ഒഴിവാകുന്നേ ഇല്ല. മട്ടൻ റോസ്റ്റ് എല്ലാം കൂടി ഇട്ടങ്ങ് വേവിക്കാൻ വെച്ചേക്കാണ്. നമ്മളെ ഐറ്റം ചാപ്സ് എവിടെ ഇരിക്കണേണ് അതിനുള്ളത്. എനിക്ക ഇത് എത്ര നേരം കൂടി പിടിക്കും? വാ, ശരിക്കും തിളച്ചങ്ങ് മറിയണത്. ഗ്രേവിക്കുള്ള കറക്റ്റ് ആയിട്ടുണ്ട്, ഉപ്പും ബാക്കിയല്ല. ഇനിയിപ്പോൾ ഒരു സെറ്റ് മസാല കൂടി ഇടാനുണ്ട്. അത് 5 മിനിറ്റ് മുമ്പേ ഇടത്തുള്ളൂ. നമ്മൾ ഇറക്കണേന് 5 മിനിറ്റ് മുമ്പ്. അതായത് ഇക്കയ്ക്ക് തന്നെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, ഇങ്ങനെ കീറുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് മൊത്തത്തെ പടി വാങ്ങിക്കാണല്ലേ? ഇറക്കണ കൊണ്ടുവന്ന് ഇറക്കണുണ്ടല്ലോ നമ്മള്. മൊത്തത്തെ പടിയാണ് എല്ലാം. അതാ പറഞ്ഞ ഇവിടെ പള്ളിയിലെ മൊയ്തീൻ വന്നിട്ട് അപ്പൊ തന്നെ കട്ട് ചെയ്യാണ്. നമ്മുടെ സാധനമൊക്കെ ഇടാൻ തുടങ്ങണം. മസാല എല്ലാം അല്ലേ? പെരിഞ്ചീരകം പൊടിച്ചാണ്, ചെറുതായിട്ട് പൊടിച്ചത് പെരിഞ്ചീരകം. നല്ല സ്മെല്ല് പെരിഞ്ചീരകം പൊടിച്ചതന്നെ. അടുത്തത് മല്ലിപ്പൊടി. അടുത്തത് മല്ലിപ്പൊടി ഇടാൻ പോവാണ്. മല്ലിപ്പൊടി ഇട്ടു. ഇതും മല്ലിപ്പൊടി ഇതും വേണം. ഇനിയും വേണം അല്ലേ? കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി. മസാല എന്തൊക്കെയാ? ഇത് ഏലക്ക, ഗ്രാമ്പ്, പട്ട, പിന്നെ തക്കോലം, പുതിന, മസാല എല്ലാം അങ്ങ് മസാലയൊക്കെ ശരിക്കും ഇരുന്ന് പിടിക്കും. വെളിച്ചെണ്ണ അല്ലേ? ഈ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇതിന്റെ അവസാനം നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അല്ലേ? കാണുമ്പോ തന്നെ അറിയാം ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. വിറവാണ് മെയിൻ. ഗ്യാസ് ആണെങ്കിൽ ഇതിനേക്കാളും എളുപ്പത്തിൽ സംഗതി കിടക്കും. പക്ഷെ ആ ടേസ്റ്റും രുചിയും ഗുണമൊന്നും കിട്ടത്തില്ല. അതാണ് വിറവിന്റെ വിറവ്. എപ്പോഴും ചൂടായിരിക്കും. ആ സമയം 24 മണിക്കൂറും ചൂടായിരിക്കും. വിറൽ കത്തിച്ച് നമ്മൾ വെക്കുന്ന ആൾക്കാർക്ക് അസുഖങ്ങളും കുറവായിരിക്കും. സൈനസ് അങ്ങനെ മറ്റുള്ള അസുഖങ്ങളൊന്നും അല്ലേ ഉണ്ടാവത്തില്ല. കാര്യം എപ്പോഴും പുകയടിച്ച് മൊത്തം ഇതായിക്കൊണ്ടിരിക്കല്ലേ. തിളച്ചങ്ങ് നിക്കുക. ഇനിയിപ്പോ ഉപ്പ് എന്തായാലും ഞാൻ അവിടെ പോയി നോക്കിയാലോ, അതല്ലേ നല്ലത്. എല്ലാവരും ഒരുമിച്ച് നോക്കാലോ അല്ലേ? 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കി അവിടെ കൊണ്ടുപോയിക്കും ആണല്ലേ? അപ്പൊ ഒരുവിധം സെറ്റ് ആയി സംഭവം. ഇല്ല, കഴിക്കാൻ വരുവായി. ഇനിയിപ്പോ നിങ്ങൾ വന്നതിന് ശേഷം 2 എണ്ണത്തിന്റെ ആയി. ഇത് 3ാമത്തേനെ കയറ്റിയിരിക്കുന്നത്. ഒരു റോസ്റ്റ് ഇറങ്ങി, ഒരു ചാപ്സ് 2. അടുത്ത റോസ്റ്റ് ഇതാ കയറ്റിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഒരു സൈക്കിളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിറങ്ങി ഇനി അടുത്തൊരു സെറ്റ് ചെയ്യും. അപ്പൊ ഇതിപ്പോ ഒരുവിധം സെറ്റ് ആയി കഴിഞ്ഞ് ഇനി 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇറക്കും. നമ്മുടെ മട്ടൻ ചാപ്സ് റെഡി ആയി അല്ലേ? അപ്പൊ ഇക്കയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ മട്ടൻ ചാപ്സ് റെഡി ആയിരിക്കാണ്. ഇനിയിപ്പോ എന്തായാലും ഞാൻ ടേബിളിലേക്ക് പോവാ, അവിടെ ഇരുന്ന് കഴിക്കാനുള്ള രീതി. അപ്പൊ ഇക്ക ഇതൊന്ന് ബാക്കിയുള്ള സംഭവങ്ങളും കൂടി അങ്ങോട്ടൊന്ന് എത്തിച്ചേക്കാവല്ലേ അല്ലേ ഇക്ക? അപ്പൊ ഇക്ക വളരെ നന്ദി, താങ്ക് യു. ഇക്ക വളരെ നന്ദിയുണ്ട് എല്ലാം ചെയ്തു തന്നേന്. അപ്പൊ ഇനി എന്തായാലും ഞാൻ ടേബിളിൽ പോവാ കഴിക്കാൻ അതല്ലേ? അപ്പൊ പോവാലോ അങ്ങോട്ട്. ഓക്കെ, ശരി ഇക്ക.